അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു വാർത്തയാണ്. തീപിടുത്തത്തിന് കാരണമാകുന്ന രാസവസ്തുക്കൾ ഉണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ഫോറൻസിക് പരിശോധനയുടെ പ്രധാന ലക്ഷ്യമെന്ന് ഇപ്പോൾ ഫോറൻസിക് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ കെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു. നിരോധിത രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഫോറൻസിക് ലാബിലെ പരിശോധനയിലൂടെ മാത്രമേ കഴിയൂ എന്നും അദ്ദേഹം മീഡിയ വണിനോട് പറഞ്ഞു. വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഫോറൻസിക് വിഭാഗം വിവിധ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അത് ഓരോ ഇനവും വേർതിരിച്ചുകൊണ്ട് അത് സീല് ചെയ്ത് ലാബിലേക്ക് അയക്കാനുള്ള സജ്ജീകരണങ്ങളാണ് നടത്തുന്നത്. ഫോറൻസിക്കിൻ്റെ വലിയ ഒരു ഉദ്യോഗസ്ഥ സംഘം തന്നെ ഇവിടെ ഉണ്ട്. ഈ സാമ്പിളുകൾ വ്യത്യസ്ത ഇനങ്ങളായി തരംതിരിക്കുകയും അത് ഇനി ഫോറൻസിക് ലാബിൽ വെച്ച് പരിശോധന നടത്തി ഏതെല്ലാം ഇനങ്ങളാണെന്ന് കണ്ടെത്തണം. ഈ ഫോറൻസിക് വിഭാഗത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നു. സാറേ, നമ്മളിവിടെ ചെയ്യുന്ന പ്രവർത്തനം എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ ലാബിലേക്ക് ആവശ്യമായ സാമ്പിളുകൾ കളക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ DGPയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഫോറൻസിക് ലാബ് ഡയറക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് നമ്മൾ രാവിലെ നേരത്തെ തന്നെ ഇവിടെ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അവർ സാമ്പിളുകളെല്ലാം ആവശ്യമായ എല്ലാ സാമ്പിളുകളും നമ്മൾ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇത്രയും സമയം നമ്മൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കും. ഈ പരിശോധനയിൽ ഏതെങ്കിലും നിരോധിതമായ വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടോ, അതുപോലെ ലഭ്യമായ എന്തൊക്കെ സാമ്പിളുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളത്, ഏതൊക്കെ കെമിക്കൽസ് ഇതിനകത്തുണ്ട് എന്നുള്ളത് നമുക്ക് ലബോറട്ടറി പരിശോധന മുഖേന മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ട എല്ലാ സാമ്പിളുകളും നമ്മൾ ഇതിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. പരിശോധനയ്ക്ക് ശേഷമേ നമുക്കതിന് എന്തൊക്കെ ഉണ്ടെന്ന് പറയാൻ സാധിക്കും. അതായത് അവർക്ക് ലൈസൻസിക്ക് എന്തെല്ലാം ഉപയോഗിക്കാമെന്ന് കൃത്യമായ മാനദണ്ഡം ഉണ്ടാകും. അത് അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ഒരു പ്രധാന ലക്ഷ്യം. നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കെമിക്കൽസ് ഉണ്ട് എന്നുള്ള പരിശോധന മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. മറ്റത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ക്രൈറ്റീരിയയിൽ വരുന്നതാണ്. അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് ഏത് സാമ്പിളാണ്, ഏത് കെമിക്കൽസാണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളത്, ഏതാണ് അല്ലാത്തത്. നമുക്ക് ഏതെല്ലാം ലഭ്യമാണെന്നുള്ളതിൻ്റെ പരിശോധന മാത്രമേ നമ്മൾ നടത്തുള്ളൂ. ആ റിപ്പോർട്ട് കോടതിക്കും അന്വേഷണ ഉദ്യോഗസ്ഥനും കൈമാറും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് ഓരോന്നും വ്യത്യസ്തങ്ങളായി തരംതിരിക്കുന്നതിന് എവിടെ നിന്നാണ് നടക്കുന്നത്? അതെ, ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ തരംതിരിച്ച് വ്യത്യസ്തമായ സാമ്പിളുകൾ തരംതിരിച്ച് തന്നെയാണ് പാക്ക് ചെയ്ത് കൈകാര്യം അവിടെ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഏത് ലാബിൽ നിന്നായിരിക്കും ടെസ്റ്റ് ചെയ്യുക? എത്ര സമയം എടുക്കും ഇതിൻ്റെ റിസൾട്ടൊക്കെ വരാൻ? റിസൾട്ട് വരാനായിട്ട് നമുക്ക് ഇത്രയും അധികം സാമ്പിൾസ് ഉള്ളത് കൊണ്ട് നമുക്ക് എത്ര സമയം എടുക്കുമെന്ന് കൃത്യമായി പറയാനാവില്ല. കാരണം ഒന്നിലധികം പരിശോധനകൾ നടത്തി അത് കൺഫർമേഷൻ നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് റിസൾട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പരിശോധനകൾ ഒരുപാട് നീണ്ടുപോകില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മളെല്ലാ മൊത്തം കേരളത്തിലെ വിവിധ ലാബുകളിലെ ടീം അംഗങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ നമ്മൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരും സംയുക്തമായി തന്നെ ഈ പരിശോധന നടത്തി എത്രയും പെട്ടെന്ന് ഫലം കൊടുക്കാവുന്ന രീതിയിൽ തന്നെ ചെയ്യാം. ഈ പലതരത്തിലുള്ള കെമിക്കലാണല്ലോ, ഇത് കൂടിച്ചേരുമ്പോൾ ഏതെങ്കിലും സ്പാർക്കിന് സാധ്യതയുണ്ടോ? അങ്ങനെയുണ്ടോ? അങ്ങനെ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും. ഇതിൽ എന്തൊക്കെ കെമിക്കൽസിന് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏതെങ്കിലും രാസവസ്തുക്കൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും നമ്മൾ ഇതിനകത്ത് നടത്തുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. പ്രധാനപ്പെട്ടതാണ്, തീർച്ചയായിട്ടും ആണ്. എന്തായാലും ഫോറൻസിക് വിഭാഗത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് മീഡിയ വണ്ണുമായി സംസാരിച്ചത്. ഈ അന്വേഷണത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് ഫോറൻസിക് പരിശോധന. അതിൻ്റെ നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ വൺ, പാലക്കാട്. അപകട കാരണം തേടിയുള്ള അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാകുക ഫോറൻസിക് പരിശോധന തന്നെയായിരിക്കും. ഏത് തരത്തിലുള്ള അപകടമാണ്, അപകടത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നൊരു പക്ഷേ കണ്ടെത്താൻ ഫോറൻസിക് പരിശോധനയിലെ ഫലങ്ങൾ കൊണ്ടുവന്നേക്കാം. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്.